ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം, ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ഫിയർ ഉണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ഫിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ പേടി മാറാനായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പേടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ ഓടിക്കുന്ന സമയത്ത് അത് ഈസി അല്ലായിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ പേടി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിയുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എവിടെ ചെയ്യണമെന്നും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വ്യത്യസ്ത തരത്തിലുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യണം. ഒന്ന്, നമ്മൾ ചെറിയ വില്ലേജ് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് നോക്കണം. രണ്ട്, നമ്മൾ അത്യാവശ്യം തിരക്കുള്ള റോഡിലും ഡ്രൈവ് ചെയ്യണം. അപ്പോൾ രണ്ടിടത്ത് ഡ്രൈവ് ചെയ്യുന്നതും വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങളുടെ ഡ്രൈവിംഗ് ഫിയർ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ്, ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഫുട് പെഡലിൻ്റെ കൺട്രോളിങ്ങും സ്റ്റിയറിംഗ് കൺട്രോളിങ്ങും ഒപ്പം തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും സ്മൂത്ത് ആയിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വണ്ടിയുടെ ഫുട് പെഡലിൻ്റെ കൺട്രോളിംഗ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഫുട് പെഡൽ നിങ്ങൾ തുടക്കത്തിൽ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ് വണ്ടി എടുത്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയപ്പം ഞാനിത് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് ഇത് കാലെടുത്ത് വളരെ ഫ്രീ ആയിട്ട് ഇതേ നമ്മൾ ഈ ഫ്ലോറിൽ വെക്കുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിത് ഇവിടുന്ന്, അതായത് ഈ ഒരു ബ്രേക്ക് പെഡലിനോട് ചേർന്നാണ് എൻ്റെ ഒരു ഉപ്പൂറ്റി ഇരിക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അവിടെ അത് ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് വെച്ചേക്കുകയാണ്, അതായത് വളരെ ഫ്രീ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പം എനിക്കൊന്ന് ബ്രേക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാനിതേ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു. ഇനി ആക്സിലറേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ ചെരിച്ച് ഔട്ടുന്നതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഒരു വണ്ടി ഒരു സ്ട്രെയിറ്റ് റോഡിലൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ജസ്റ്റ് ബ്രേക്കിലൊന്ന് പതുക്കെ വെക്കുക, ഹാർഡായിട്ട് ചവിട്ടാതെ വളരെ സ്മൂത്തായിട്ടൊന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ കാല്, അതായത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഉപ്പൂറ്റി കുത്തി വെച്ചിട്ടല്ല, ഇടത്തെ കാല് നമ്മളിത് ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പൊക്കി കറക്റ്റ് ക്ലച്ച് പെഡലിലേക്ക് വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ ചവിട്ടുന്നു, ഇടത്തെ കാല് ഇങ്ങനെ വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. അതിനുശേഷം എൻ്റെ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷനിലേക്ക് വെക്കുന്നു, ഇടത്തെ കാലിതേ ഞാൻ ഫ്രീ ആയിട്ട് താഴോട്ട് വെക്കുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുട് പെഡൽ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ എടുത്തെടുത്ത് വെക്കുക. നിങ്ങളുടെ ഫുട് പെഡൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എപ്പോഴാണ് നമ്മൾ ഈ ഇടത്തെ കാല് ക്ലച്ചിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഉപ്പൂറ്റി താങ്ങി വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇറക്കം ഇറങ്ങി വരികയാണ്, നമുക്ക് ഈ ഒരു സമയത്ത് എൻ്റെ കാലിൽ ഞാൻ ക്ലച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ചിലപ്പോഴാണെങ്കിൽ പെട്ടെന്നൊന്ന് വണ്ടി ചവിട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ നമുക്ക് മുന്നമേ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട്, ഇപ്പോൾ ഇവിടെ ഒരു വളവ് വരികയാണ്, അപ്പോൾ നമുക്ക് മുന്നമേ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് ക്ലച്ചിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കാല് ഇവിടെ ഒന്ന് ഉറപ്പിച്ച് വെക്കുന്നതിൽ തെറ്റില്ല, അവിടെ നമ്മൾ ഫ്രീ ആയിട്ട് ഇത് ഇങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെ എടുത്തിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ചെയ്യുക. അത് അഡ്വാൻസ് ആയിട്ട് മുന്നമേ ഒരു വളവോ തിരിവോ ഒക്കെ വരുന്ന സമയത്ത് വേണം നമ്മൾ ക്ലച്ചിൽ കാല് ആ ഒരു മെത്തേഡ് അനുസരിച്ച് വെക്കാനായിട്ട്. ഇനി നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ പിന്നിലെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ബലത്തിൽ പിടിക്കരുത്. ഇപ്പം ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നോർമൽ കണ്ടീഷനിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്താണെങ്കിലും ഇത് എൻ്റെ കൈയൊക്കെ വളരെ ഫ്രീ ആണ്, ഞാൻ ഒരുപാട് ബലം കൊടുത്തിട്ടൊന്നുമല്ല. ഇത് കണ്ടില്ല, അടുത്തൊരു ഗിയർ ഇടുന്നു, എൻ്റെ കൈ ഇത് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഇങ്ങോട്ടൊന്ന് തിരിയണം, ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കുന്നു, കണ്ടോ. അതിനുശേഷം നമ്മളിത് വീണ്ടും നേരെയാക്കി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ബലമല്ല, ഒരുപാട് ബലമല്ല കൊടുക്കുന്നത്, ഈ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ ബലം പിടിച്ചു കഴിയുമ്പോൾ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും, നമുക്ക് വണ്ടി കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പം ബലം പിടിക്കാതെയുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വില്ലേജ് റോഡിൽ നിങ്ങൾ ആദ്യം ഓടിക്കണം എന്നുള്ളത്.
വില്ലേജ് റോഡിൽ ഓടിക്കുന്ന സമയത്താണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും അധികം അതായത് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരുന്ന വില്ലേജ് റോഡിലാണ്. കാരണം ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് റോഡിന് വീതി കുറവായതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടിയും കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്യാനാണ്. പിന്നെ ഒപ്പം തന്നെ ഈ വില്ലേജ് റോഡിൽ എപ്പോഴും നമുക്ക് ചെറിയ കയറ്റവും ഇറക്കവും ഗട്ടറും കുഴികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് വില്ലേജ് റോഡിൽ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വീതി കുറഞ്ഞ റോഡും ഓപ്പോസിറ്റ് വണ്ടികളും ഗട്ടറും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലച്ച് കൺട്രോളിങ്ങും ഒക്കെ നമുക്ക് അടുപ്പിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ബാലൻസ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, തുടക്കത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എളുപ്പത്തിൽ വില്ലേജ് റോഡിൽ ഓടിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുക. ഇപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോകുന്നു, വീണ്ടും ഞാൻ തേർഡിലേക്ക് ഇട്ടു. ഇപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നമേ അവിടെ ഒരു ബമ്പുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് തന്നെ അഡ്വാൻസ് ആയിട്ട് നേരത്തെ സെക്കൻഡിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ ബമ്പിൻ്റെ അടുത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ആക്സിലറേറ്ററും സ്റ്റിയറിങ്ങും കൺട്രോൾ ചെയ്താൽ മതി. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതിനൊരു ഉദാഹരണം കാണിക്കാം. ഒരു മുന്നിലൊരു ഗട്ടർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തേർഡിൽ ഇങ്ങനെ പോവുകയാണ്, തേർഡിലേക്ക് ഇട്ട് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് വരികയാണ്. ഓക്കെ, അപ്പോൾ ആ വളവിന് മുന്നമേ നിങ്ങൾ ഓർത്തോണം, വളവിന് മുന്നമേ ഞാൻ തേർഡിൽ നിന്ന് സെക്കൻഡ് ഇട്ടു. എന്നിട്ട് വളവ് വരുമ്പോൾ നമുക്ക് പിന്നെ ഈ ആക്സിലറേറ്ററും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതി. ഇത് ഇവിടെ മുന്നിലായിട്ട് നല്ല ഗട്ടർ മുന്നിൽ വന്നു. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് കൊടുക്കുന്നു. അല്ലാതെ ഗട്ടറിൻ്റെ അടുത്ത് വന്നത് ഗട്ടർ ഇവിടെ ഇറങ്ങിയിട്ടല്ല ഫസ്റ്റ് കൊടുത്തത്, കുറച്ച് നേരത്തെ ഫസ്റ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് വീണ്ടും ക്ലച്ചും ആക്സിലറേറ്ററും ഒപ്പം തന്നെ നമുക്ക് സ്റ്റിയറിംഗും കൂടെ കൺട്രോൾ ചെയ്യുമ്പോൾ വണ്ടി ഈസി ആയിട്ട് ഓടിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു വലിയൊരു വളവ് വരുവാണ്. അപ്പോൾ ഞാനിതേ വളവിന് മുന്നമേ ഫസ്റ്റ് ഇടുകയാണ്, കണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈസിയായി. പിന്നെ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതി, ഒപ്പം തന്നെ ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വളവ് നമുക്ക് ഇങ്ങനെ കയറി പോകാൻ സാധിക്കും. അപ്പോൾ വില്ലേജ് റോഡിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഡ്രൈവ് ചെയ്യുക. ഇനി നമുക്ക് അത്യാവശ്യം തിരക്കുള്ള ഒരു റോഡിലേക്ക് നമുക്ക് കയറാം. ഇപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു മെയിൻ റോഡിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പം ആ മെയിൻ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ശാന്തതയോടെ നമുക്ക് ഡ്രൈവ് ചെയ്യാം, കാരണം ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരു മെയിൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് സ്ലോയിലും വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഒരുപാട് സ്പീഡിലും വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത് രണ്ടും പ്രശ്നമാണ്. അപ്പോൾ ഒരു മീഡിയം കണ്ടീഷനിൽ നമ്മൾ റോഡിൽ പറഞ്ഞേക്കുന്ന റൂൾസൊക്കെ പാലിച്ചുകൊണ്ട് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക. അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ്. മെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക. തുടക്കക്കാരെ സംബന്ധിച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ പുറകിൽ നിന്ന് ഏതെങ്കിലും വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ വണ്ടികൾ കയറിപ്പോക്കോളും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനൊരു മെയിൻ റോഡിലേക്ക് കയറുകയാണ്, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ നോക്കുക, കയറ്റത്തോടു കൂടി ഒരു വളവാണ്, ഹാഫ് ക്ലച്ചിലും ആക്സിലറേറ്ററിലുമാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ മെയിൻ റോഡിലേക്ക് കയറുന്നു. ഓക്കെ, അത്യാവശ്യം വീതി കൂടിയ റോഡാണ്. ഇനി വണ്ടിക്ക് ഞാൻ ജസ്റ്റ് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് നമ്മൾ സെൻറ്റർ മിററും റൈറ്റ് സൈഡിലെ മിററും ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡ് നോക്കുക, കാരണം വണ്ടിയുടെ സൈഡ് കുഴിയിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നോക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, പുറകിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതേ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർന്ന് പോവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ കണ്ടോ കയറി പോകുന്നുണ്ടോ. ഇപ്പോൾ ഞാൻ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. ഇപ്പോൾ ഒരു വണ്ടി ബാക്ക് സൈഡിൽ നിന്ന് കയറി പോകുന്നത് കണ്ടോ. അപ്പോൾ എൻ്റെ ഒരു നോട്ടം ഇങ്ങനെയും വരുന്നുണ്ട്, റൈറ്റ് സൈഡിലെ മിററിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറകിൽ നിന്നുള്ള ഒരു വ്യൂ ക്ലിയർ ആയിട്ട് കിട്ടും. ഫസ്റ്റ് നമ്മൾ ഈ സെൻറ്റർ മിററിലും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക, അപ്പോൾ പുറകിലെ വണ്ടിയെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡും കൂടെ നോക്കി ഓടിക്കാം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇനി നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ടും വീതി ഉള്ളതുകൊണ്ടും എന്ത് ചെയ്യാം, ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടാം. ഓക്കെ, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് നയിക്കുന്നു. നിങ്ങൾ നോക്കുക, എൻ്റെ ഇടത്തെ കാല് ഫ്രീ ആണ്. ഇവിടെ വീണ്ടും ഞാനിത് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് പോവുകയാണ്. മുന്നമേ ഒരു വളവ് വന്നു, എൻ്റെ കാല് അഡ്വാൻസ് ആയിട്ട് വളവിന് മുന്നേ ബ്രേക്ക് വന്ന് സ്ലോ ചെയ്തു. അതും കൂടെ നിങ്ങൾ ഓർക്കുക. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു വളവ് വന്നു കഴിഞ്ഞാൽ വളവിന് കുറച്ച് മുന്നമേ തന്നെ നമ്മൾ വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിന് മുന്നമേ തന്നെ നമ്മൾ ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ തേർഡിൽ പോവുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ മുന്നിലായിട്ട് ഇതേ ഒരു കയറ്റം വരികയാണ്. നിങ്ങൾ നോക്കുക, അപ്പം ഞാൻ തേർഡ് ഗിയറിൽ കാല് കൊടുത്ത് പോകുമ്പോൾ വണ്ടി ആവറേജ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നമ്മളിങ്ങനെ കാല് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടിക്കൊരു വലിവ് കുറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയാൽ, ഇപ്പം തന്നെ തേർഡ് ഗിയർ ഇങ്ങനെ പോകുന്നു.
ഇവിടെ ഒരു ബൈക്ക് ഒരു സ്കൂട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോഴാണെങ്കിൽ ഇപ്പോൾ വണ്ടികളൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ കയറാം. പക്ഷേങ്കിൽ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി നേരത്തെ വരുന്നു എന്ന് നമ്മൾ മുന്നമേ കണ്ടാൽ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് മുന്നമേ കണ്ടിട്ട് നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ടും മെയിൻ റോഡിൽ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകും. ഒരു കാരണവശാലും നമ്മൾ വണ്ടികൾ കണ്ടാൽ നിങ്ങൾ ഒരു കാരണവശാലും കയറാൻ പാടില്ല. കൃത്യമായിട്ടും ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. പുറകിൽ മുന്നിൽ വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ആ വണ്ടിയുടെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് പോകാനായിട്ട് തേർഡിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഞാനൊരു ജംഗ്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ തന്നെ നമ്മൾ വണ്ടിയുടെ വേഗത കുറച്ച് ജസ്റ്റ് ഇതുണ്ട് ബ്രേക്കിലേക്ക് വരണം. കാരണം ഇപ്പോൾ ഇവിടെ ഒരാൾ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു. പെട്ടെന്ന് നമുക്ക് വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലോ, ഒരു ജംഗ്ഷന് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, തിരക്കുകളുണ്ടാവും. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ എൻ്റെ കാലത്ത് ബ്രേക്കിനോടൊപ്പം തന്നെ ഞാൻ ക്ലച്ചിലും കൂടെ എടുത്ത് വെക്കുകയാണ്. കാരണം ചിലപ്പോൾ വണ്ടി പെട്ടെന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരാൾ വരാം. അതെനിക്ക് മുന്നമേ ഞാൻ മനസ്സിലാക്കിയിട്ട് അഡ്വാൻസ് ആയിട്ട് ആ ഒരു മുൻകരുതൽ എടുക്കുകയാണ്. കാരണം ചിലപ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരാം, അല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് വരാം. അപ്പോൾ അത് നമ്മൾ മുന്നമേ തന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും സൈഡിൽ ആൾക്കാർ നിൽക്കുന്നു, അല്ലെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ നമുക്കൊരു മുൻകരുതൽ ഉണ്ടായിരിക്കണം. മുൻകരുതലിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചേക്കുക. നമുക്ക് പെട്ടെന്ന് ചവിട്ടി നിർത്തേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മളൊരു വളവ് വരുന്നു. ജസ്റ്റ് എൻ്റെ കാലെടുത്ത് ബ്രേക്കിലൊന്ന് വെക്കുകയാണ്. ഞാനിപ്പോൾ പോകുന്ന ഫോർത്ത് ഗിയറിലാണ്. ഒരു ബസ്സോ ലോറിയോ പോലെയുള്ള വലിയ വണ്ടികൾ കയറി വരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് കാല് വെച്ചിട്ട് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ക്ലച്ച് ചവിട്ടി കൊടുക്കാം. ഓൾറെഡി ഞാൻ ക്ലച്ചിൽ ആ വളവിന് മുന്നമേ കാലെടുത്ത് വെച്ചതുകൊണ്ട് തന്നെ പിന്നെ ക്ലച്ച് തപ്പിപ്പിടിക്കാനായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല ഒരു ബിഗിനറിനെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ടിപ്സുകൾ ഒരു ഡ്രൈവർ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി തുടക്കത്തിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ സാവധാനത്തിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ ഒരു സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുക. ഗിയർ അപ്പും ഡൗണും ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മികച്ച രീതിയിൽ തന്നെ വളരെ വേഗത്തിൽ നിങ്ങളുടെ പേടിയൊക്കെ മാറ്റി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് കുറേ അധികം പോയിന്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇനി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ പതിവ് പോലെ തന്നെ ഗുണമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.